മനാഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആരും കരുതുന്ന ഒരാളല്ല. അയാൾ ഒരു ചതിയനാണ്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളാണ്. ഇപ്പോൾ ഇത്തരത്തിൽ മനാഫിനെതിരെ ആരോപണവുമായി വരുന്നത് കോഴിക്കോട് സ്വദേശിയായ ഒരു തടിമില്ലുടമയാണ്. കോഴിക്കോട് പൊക്കുനി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 2.5 കോടിയിലേറെ രൂപ വില വരുന്ന ഒരു തടിമില്ലുണ്ട്. ആ തടിമില്ലിന്റെ ഉടമ എന്ന് പറയുന്ന ശശിധരൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ മനാഫിനെതിരെ ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. സംഭവം ഇതാണ്: കല്ലായിപ്പുഴയുടെ തീരത്തുള്ള 2.5 കോടിയിലധികം വരുന്ന തടിമില്ല് തന്റേതാണ് എന്ന് ശശിധരൻ പറയുന്നു. എന്നാൽ അത് മനാഫിന്റേതാണ് എന്ന് മനാഫ് അവകാശപ്പെടുകയും ചെയ്തു. മനാഫിന്റെ കുടുംബപരമായിട്ട് പൈതൃകമായി പാരമ്പര്യമായി മനാഫിന് കിട്ടിയ സ്വത്താണ് എന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി ഈ ശശിധരനെയും അദ്ദേഹത്തിന്റെ മകനെയും കള്ളക്കേസിൽ കുടുക്കി ആ മില്ലിന്റെ ഉടമസ്ഥാവകാശം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് ശശിധരന്റെ ആരോപണം. എന്നാൽ അതിനെതിരെ അദ്ദേഹം കേസ് പോവുകയും അദ്ദേഹത്തിന് അനുകൂലമായി ശശിധരന് അനുകൂലമായി വിധി വരികയും ചെയ്തപ്പോൾ മനാഫ് തന്നെ നേരിട്ട് വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമുള്ള അവസരത്തിൽ തന്റെ ഭർത്താവിനും മകനും അപകടമുണ്ടാകും, അധികം കാണില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് ശശിധരൻ ഇപ്പോൾ മനാഫിനെതിരെ ആരോപണവുമായി വന്നിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം മനാഫ് കൊടുത്ത കള്ളക്കേസിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചപ്പോൾ അതിനനുസരിച്ച് കോടതി നൽകിയ വിധി ഇതാണ്. ആ വിധിയിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കല്ലായിപ്പുഴയുടെ തീരത്തുള്ള 2.5 കോടിയിലധികം വില വരുന്ന കെ വി ശശിധരന്റെ മില്ലും സ്ഥലവും ശശിധരന്റെ തന്നെ എന്ന് കോഴിക്കോട് ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ആ മില്ലും വസ്തുവും തട്ടിയെടുക്കാൻ മനാഫ് എന്ന ആൾ ശ്രമിച്ചുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ മില്ലിന്റെ യഥാർത്ഥ ഉടമയായ കെ വി ശശിധരനെയും അദ്ദേഹത്തിന്റെ മകനെയും വധിക്കുമെന്ന് മനാഫ് ഭീഷണിപ്പെടുത്തി. ഇതിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കേസെടുത്തിരിക്കുന്നു. കേരളം കണ്ട വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ജില്ലാ കോടതിയുടെ വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കല്ലായിപ്പുഴയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റാണിവുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചതോടെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് ശശിധരനും മകൻ ഷിജിലും പറയുന്നത്. താൽക്കാലികമായി നടത്തിപ്പിന് കൊടുത്ത മില്ല് പാരമ്പര്യമായി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മനാഫ് ശശിധരനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ മില്ല് 1999 മുതൽ കെ വി ശശിധരൻ നടത്തിവന്നതും അദ്ദേഹത്തിന്റെ പേരിൽ ആധാരമുള്ളതും അത് 2022 മനാഫിന് താൽക്കാലികമായി നടത്താൻ കൊടുത്തതാണ് എന്നും കോഴിക്കോട് ജില്ലാ കോടതി കണ്ടെത്തി. കെ വി ശശിധരൻ തന്നെയാണ് ആ മില്ലിന്റെയും സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമ എന്ന് കോടതി വിധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിയമപരമായി നിലനിൽക്കുന്ന ഒരു വാസ്തവമാണത് എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഇതിനെതിരെ മനാഫ് പറയുന്നത് അവർ തട്ടിയെടുത്തതാണ്, താൻ ഇല്ലാത്ത ഒരു സമയം നോക്കി അത് തട്ടിയെടുത്തതാണ്, അത് അദ്ദേഹത്തിന്റെ തന്നെ പാരമ്പര്യമായിട്ട്, അതായത് അച്ഛൻ അപ്പൂപ്പന്മാർ വഴി കൈമാറി വന്ന ഒരു സ്വത്ത് വകയാണ് എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. എന്തായാലും മനാഫിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. മനാഫ് നമ്മൾ കരുതിയ ഒരു വ്യക്തിയല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വ്യക്തിയല്ല, മനാഫിന് ഒരു മുഖം മൂടിയുണ്ട്. അത്തരത്തിലുള്ള പല ആരോപണങ്ങളും മനാഫിനെതിരെ വരുന്നുണ്ട്. അത് പടച്ചുവിടുന്നതാണോ യഥാർത്ഥമാണോ എന്നുള്ളത് ഇത് പുറമേ നിന്ന് കേൾക്കുന്ന ആർക്കും വ്യക്തമാകുന്നില്ല. എന്തായാലും ഇതൊക്കെ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് മനാഫ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായി മനാഫിനെതിരെ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കഷ്ടമായി പോയി എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം. പലരും പറയുന്നത് വലിയ ഒരു കാര്യത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഏറ്റവും ഒടുവിൽ മലയാളികൾ മുഴുവൻ മാതൃകയാണ്, സഹോദര സ്നേഹത്തിന് മാതൃകയാണ്, ഒരു സഹജീവിയെ കണ്ടെത്തുന്നതിൽ മാതൃകയാണ് എന്ന് പറഞ്ഞവരെ കൊണ്ടൊക്കെ തന്നെ തിരുത്തി പറയിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.